ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് അറിയത്തില്ല ഇതെന്ന് ഇടൂന്ന്. ഇതുപോലെ ഹൈദരാബാദിൽ പോയി 2 മാസമായി ഇതുവരെ വ്ളോഗ് വന്നിട്ടില്ല. കറക്റ്റ്. അപ്പോൾ ഇത് മറ്റൊരു വ്ളോഗ്, എൻ്റെ ഗാലറിയിൽ പൊടി പിടിച്ച് കിടക്കാനുള്ള അടുത്ത സെറ്റ്. നമ്മൾ സൃജനയുടെ വലിയ കല്യാണത്തിന് പോവാണ്. അതിവിടെ എവിടെയാണ്? അവിടെയാണ് അവിടെ പോകുന്നത്. അപ്പോ 5 മണിക്കൂറിലെത്തും. കറക്റ്റ്. പുറപ്പെട്ടു. മഴയുണ്ട്. ചീനില്ല. അതെ, എന്തായാലും ഇതെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഹൈദരാബാദ് കുറച്ച് ഭയങ്കര സെറ്റപ്പിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ടൈം കിട്ടുന്നില്ല. ഫോക്കസ് വേണം, കോൺസെൻട്രേഷൻ വേണം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ. കാരണം അമ്മാതിരി സാധനങ്ങളാണ് അതിനകത്ത് ഉള്ളത്. നമ്മുടെ ഒക്കെ ലൈഫ് സ്പോയിലാക്കാനുള്ള സാധനങ്ങൾ. അപ്പോ സമയം എടുക്കും അതിന്. ഇതിനു വേണ്ടി കാത്തിരിക്കുക. കറക്റ്റ്. ഇതായിരിക്കും മിക്കവാറും ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാവുക. സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്. ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സൊള്ളിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാവന. സൊള്ളാതെ ഇരിക്കുന്ന അലീഷ. അത്ര തിരിയാൻ പറ്റും. ബാംഗ്ലൂർ. ഫ്ലവർ കൊടു. റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ദുർബല നിമിഷത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. എന്റെ പൊന്നോ, അതാ ചേട്ടൻ നമ്മളെ ഇവിടെ തന്നെ കല്യാണ മണ്ഡപത്തിന്റെ മുമ്പേ ഉണ്ടല്ലോ. ഏയ് ബാബു, ഹായ്. അങ്ങനെ നമ്മൾ നൈറ്റ് അവളെ മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണത്. ശരിക്കും ആ ഡ്രൈവർ അണ്ണൻ ഇത് പറപ്പിക്കുമായിരുന്നു ഗൈസ്. നമ്മൾ ജീവനോടെ എത്തിയത് തന്നെ വലിയൊരു ഭാഗ്യം. അയ്യോ, അതിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്ര എൻജോയ് ചെയ്തു, അതേസമയം നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്തു. അത്ര സ്പീഡിലാണ് പുള്ളി പോയിക്കൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ വെഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. നമ്മുടെ ഇവിടെ നിന്നൊരു 1.5-2 കിലോമീറ്ററേ ഉള്ളൂ ആക്ച്വലി റിസപ്ഷൻ വെഡിങ് നടക്കുന്ന ഹാളിലേക്ക്. ഏകദേശം നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ റെഡിയായിട്ട് ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കല്യാണം നടക്കുന്ന ഹാളിലേക്ക് എത്തി. സോ അവിടെ ഏകദേശം രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഇത് സെക്കൻഡ് റൗണ്ട് എന്തൊക്കെയോ ചടങ്ങുകളാണ്, എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. ആൻഡ് ആ കണ്ടതാണ് നമ്മുടെ ബ്രൈഡ് സൃജന. സോ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഭാവന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നടന്നു. ആൻഡ് കുറച്ചധികം ചടങ്ങുകളുണ്ടായിരുന്നു.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ റൂമിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ബാക്ക് ടു ബാംഗ്ലൂർ. So that's it for today's video, guys. Hope you liked it. See you in the next one. Bye guys. So എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye bye.